ഫിഷ് നിങ്ങൾ ഡോഗ്സിന് കൊടുക്കരുത്, കാരണം ഫിഷിൽ ധാരാളം മെർക്കുറി അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പക്ഷേ മെർക്കുറി വളരെ കുറഞ്ഞ അളവിലുള്ള ഒരു ഫിഷാണ് ചാള. അതുകൊണ്ട് നമുക്ക് ഡെയിലി ബേസിസിൽ ഇവർക്ക് ചാള കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഫ്രഷ് ചാള കിട്ടിയിട്ടുണ്ട്, ഒരു 2 കിലോ അങ്ങോട്ട് വാങ്ങിച്ചു. അപ്പോൾ ഈ ചാളയുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമാണ് നമ്മുടെ ചാള. പപ്പയായിരിക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് omega-3 ഫാറ്റി ആസിഡ്. ആ സപ്ലിമെന്റ് കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് നാച്ചുറലി omega-3 ഫാറ്റി ആസിഡ് ഉള്ള ഈ മത്തി അല്ലെങ്കിൽ ചാള കൊടുക്കുന്നത്. പിന്നെ ചാള കൊടുക്കുമ്പോൾ ഒരു സീക്രട്ടും കൂടി പറഞ്ഞുതരാം. നമ്മൾ ചെറുപ്പം തൊട്ടേ ഇവർക്ക് ചാള കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഏജിങ് തോന്നിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ലിയോനും ലാരിക്കൊക്കെ ഏകദേശം എത്ര ഏജ് ആയിട്ടുണ്ടാവും എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ നോട്ടെ. ജോയിൻസിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സഹായിക്കും. ഏജ് കൂടിയിട്ടുള്ള ഡോഗ്സിനൊക്കെ നമ്മൾ ഡെയിലി ഡയറ്റിൽ ചാള ഇൻക്ലൂഡ് ചെയ്യണം. കാരണം അവർക്ക് എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കണ്ണുകൾക്ക് നല്ല കാഴ്ചശക്തി കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫിഷാണ് നമ്മുടെ ഈ ചാള. പിന്നെ ഇത് കുക്ക് ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ചിക്കനും മുട്ടയൊക്കെ നല്ലപോലെ കുക്ക് ചെയ്തിട്ട് കൊടുക്കും. പക്ഷേ അതേപോലെ ഫിഷ് ഒരിക്കലും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഹാഫ് കുക്ക് ചെയ്താൽ മതി. അതായത് ഒരു തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ഒരു ഗുണവും ഇവരുടെ ബോഡിയിലോട്ട് എത്തില്ല. അപ്പോൾ ശരി, ഞാനിത് കുക്ക് ചെയ്തിട്ട് വരാം.